ആദ്യം നിർബന്ധമാക്കിയത് 50 വക്ത നിസ്കാരമാണ്. അത് മാനിച്ചുകൊണ്ട് 50 എന്നുള്ള കണക്കിനെ ഒപ്പിക്കുന്ന മോമിനികളുണ്ട്. യുക്കല്ലഫൂന അൻഫുസഹും 50 റക്കാത്തൻ. അവരെ മേൽ തന്നെ ചുമത്തും, നിർബന്ധമായിട്ടല്ല, അവരെ മുകളിൽ തന്നെ ചുമത്തും, സ്വയം ചുമത്തും 50 റക്കാത്ത് നിസ്കാരം. കുല്ല യൗമൻ വലയിലത്ത്, എല്ലാ രാവും പകലും. അപ്പൊ എല്ലാ ദിവസവും അവർ 50 റക്കാത്ത് നിസ്കരിക്കുന്നുണ്ടാവും. അള്ളാഹ് 50 വക്തല്ലേ പറഞ്ഞത് എന്ന അടിസ്ഥാനത്തിൽ. ആ ഏതൊക്കെയാണ് 50 റക്കാത്ത്? ഇപ്പൊ സ്വലാത്തുൽ ഖംസു 17 റക്കാത്തിൻ. 5 വക്ത നിസ്കാരം ഇപ്പൊ എന്താണ്? 17 റക്കാത്താണ്. അത് നിർബന്ധമായ നിസ്കാരം. പ്ലസ് ബിശഫി വൽ വിത്രി ഹാദാ 20. ഷഫു വിത്തർ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാനം നിസ്കരിക്കുന്ന നിസ്കാരം 2 റക്കാത്ത് 1 റക്കാത്ത്. നമ്മളെ ഷാഫികളുടെ വാക്കില് അത് വിത്തർ മാത്രമാണ്. വിത്തർ 3 റക്കാത്ത് നമ്മൾ പറയാ. ശരിക്ക് മറ്റുള്ളവരൊക്കെ അതിന് ഷഫു വിത്തർ എന്നാ പറയാ. അപ്പൊ അത് 2 1 3ആയി. അപ്പൊ 17 പ്ലസ് 3 20ആയി. മൻ ഹഫള അലാ റക്കാത്തൈ ഫജ്ർ. പിന്നെ ഫജ്റിന്റെ 2 റക്കാത്ത്. ഫജ്റിന്റെ റക്കാത്ത് പറഞ്ഞാല് സുബഹിന്റെ മുമ്പുള്ള സുന്നത്തിനാണ് ഫജ്ർ എന്ന് പറയാം. അപ്പൊ അത് 2 റക്കാത്ത്. റക്കാത്തൈ ളുഹാ, ളുഹാന്റെ 2 റക്കാത്തും. അപ്പൊ 24 റക്കാത്തായി. അർബ ഖബല ളുഹർ അർബ ബാദ ളുഹർ. ളുഹറിന് മുമ്പും ശേഷമുള്ള 4 റക്കാത്ത് മുമ്പ്, 4 റക്കാത്ത് ശേഷം. അപ്പൊ 32 റക്കാത്തായി. അർബ ഖബലൽ അസർ, അസറിന്റെ മുമ്പുള്ള 4 റക്കാത്ത് നിസ്കാരം. അപ്പൊ 36 റക്കാത്തായി. റക്കാത്തൈന് ബാദൽ മാരിബ്, മാരിബിന് ശേഷമുള്ള 2 റക്കാത്ത് നിസ്കാരം. അപ്പൊ 38ആയി. റക്കാത്തൈന് ഖബലൽ ഇഷ, ഇഷാക്ക് മുമ്പുള്ള 2 റക്കാത്ത് നിസ്കാരം. ഇഷാക്ക് ശേഷമല്ല, മുമ്പ്. ഇനി ശേഷം നിർവഹിക്കുകയാണെങ്കിൽ അങ്ങനെയും ഇബ്രാഹിം പറഞ്ഞതനുസരിച്ച് മുമ്പുള്ള 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരമാണ് ഈ റിവായത്തിലുള്ളത്. എന്നാൽ ഒരു കത്തില് ഒരു പറയണത് ഈ 2 റക്കാത്ത് നിസ്കാരം പറയുന്നില്ല, പകരം അത് തഹജ്ജുദിലേക്ക് നീട്ടിയത് കാണാൻ പറ്റും. എന്നിരുന്നാലും റക്കാത്തിന് ഖബലൽ ഇഷ, ഇഷാന് മുമ്പ് 2 റക്കാത്ത് നിസ്കാരം. അപ്പൊ എത്രയും 40 റക്കാത്ത്. 10 റക്കാത്തിൻ ഖബല ശഫഇ വൽ വിത്രി. അതുപോലെ തന്നെ ശഫഉ വിത്തറിന് മുമ്പ് തഹജ്ജുദ് നിസ്കാരം, അതിനാണല്ലോ ശഫഉ വിത്തറിന് മുമ്പുള്ള നിസ്കാരം എന്നറിയാം. അത് 10 റക്കാത്തും. അപ്പൊ എത്രയും 50 റക്കാത്ത്. വഹാദി 50 സലാത്ത്. അങ്ങനെ ഇത് 50 നിസ്കാരത്തിന് തുല്യാവും. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന്. ഇബ്രാഹിം അതൊക്കെ നിർവഹിച്ചവരായിരുന്നു. അവിടുത്തെ ഖുലഫാക്കളൊക്കെ 50 റക്കാത്ത് നിസ്കാരം കൊണ്ട് നടന്നവരായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു 50 ആവുന്നതിൽ ഒരു സീക്രട്ട് ഉണ്ട്, രഹസ്യമുണ്ട്.